പശ്ചിമേഷ്യയിലെ വെസ്റ്റ് ബാങ്കിലേക്ക് ഇറാൻ വലിയ തോതിൽ ആയുധങ്ങൾ കടത്തുന്നുവെന്ന വാർത്ത വരുന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ള രാജ്യാന്തര സംഘങ്ങളെ ഉപയോഗിച്ചാണ് ഈ ആയുധക്കടത്ത് ഇറാൻ നടത്തുന്നത്. ഇറാന്റെ രഹസ്യ നീക്കം ന്യൂയോർക്ക് ടൈംസ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. വിശദാംശങ്ങളുമായി അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കർ തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ് ആൻഡ് ഈദ് മുബാറക്. മധു, പറയൂ, യഥാർത്ഥത്തിൽ ഇറാന്റെ ഒരു ഇടപെടൽ ഒരുപക്ഷെ രംഗം കുറച്ചുകൂടി വിനാശകരമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ പറഞ്ഞതുപോലെ ഈ ഇസ്രായേൽ ഇറാൻ നിഴൽ യുദ്ധം നേർക്കുനേറാകാനുള്ള സാധ്യതകളുടെ റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാൻ വലിയ തോതിൽ വെസ്റ്റ് ബാങ്കിലേക്ക് ആയുധങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനെ എങ്ങനെയും പ്രകോപിപ്പിക്കുക അല്ലെങ്കിൽ അസ്വസ്ഥമാക്കുക എന്നതാണ് ഇറാന്റെ പ്രധാന ലക്ഷ്യം. ഈ ഒരു വിവരം ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ന്യൂയോർക്ക് ടൈംസ് ആണ്. ന്യൂയോർക്ക് ടൈംസ് കുറെ നാളായി ഈ സബ്ജക്റ്റിന്റെ പുറകെ തന്നെ ആയിരുന്നു. ലഭിച്ച വിവരങ്ങൾ വെച്ചിട്ട് ഇറാന്റെയും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും രഹസ്യാന്വേഷണ മേഖലയിലുള്ള ഉദ്യോഗസ്ഥർ ഈ വിവരങ്ങളെല്ലാം ടൈംസിനോട് സ്ഥിരീകരിക്കുകയും ചെയ്തതായിട്ട് അവർ പറയുന്നു. അന്താരാഷ്ട്ര രംഗത്ത് വലിയ തോതിൽ ആയുധക്കടത്ത് നടത്തുന്ന സംഘങ്ങൾ, ക്രിമിനൽ ഗ്രൂപ്പുകൾ, അതുപോലെ ഇന്റലിജൻസ് ടീമുകളെ വരെ ഇറാൻ ഇതിനായി ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള വാർത്തയും വരുന്നുണ്ട്. ഇറാഖ്, സിറിയ, ലെബനൻ, ജോർദൻ, അതുപോലെ ഇസ്രയേൽ വഴിയുള്ള 2 റൂട്ടുകളാണ് പ്രധാനമായും ഈ ആയുധക്കടത്തിന് ഇറാൻ ഉപയോഗിച്ചത്. ഇസ്രയേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഈ ആയുധങ്ങൾ പ്രധാനമായും എത്തുന്നത് പാലസ്തീനികളുടെ കയ്യിലുമാണ്. മാർച്ച് 26-ന് ഇസ്രയേൽ കിഴക്കൻ സിറിയയിൽ നടത്തിയ ഒരു വ്യോമാക്രമണത്തിലെ ഒരു പ്രധാന ലക്ഷ്യം തന്നെ ഈ ആയുധക്കടത്ത് നടത്തുന്ന റൂട്ട് തകർക്കാൻ വേണ്ടിയായിരുന്നു. അന്ന് ആ ആക്രമണത്തിൽ 15 പേരാണ് കൊല്ലപ്പെട്ടത്. ഓക്കെ, താങ്ക് യു മധു കൊട്ടാര.